നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് പരിചയപ്പെട്ടാലോ? ഒരുപാടുണ്ടല്ലേ ഇവിടെ കൊള്ളുന്നതല്ല കേട്ടോ, ഇതിലും ഒരുപാട് അവിടെ ബാഗിലായിട്ടും വീടിൻ്റെ അകത്തും ഉണ്ട്. നമുക്ക് പറ്റുന്നതൊക്കെ കണ്ട് പരിചയപ്പെടാം. ഇത് ഏണി ഇറങ്ങുന്ന ബൊമ്മ. ഒരു കങ്കാരു. കങ്കാരു ഓരോ സ്റ്റെപ്പായി ഇതാകുമ്പോൾ മാറി മാറി വരുന്നല്ലേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി കൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. എന്നാണ് സംഭവം? ഇത് ബാലൻസ് ഈ ഹോൾസിലോട്ട് കറങ്ങി കാണുമ്പം തോന്നുന്നില്ല അല്ലേ ഇങ്ങനെ പോകുന്നു. അടിയിൽ മോട്ടർ വന്ന് മരംകൊത്തി പക്ഷിയല്ലേ. ഹലോ ചങ്ങായിമാരെ, എല്ലാവർക്കും നിജീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് എത്തിയിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ 3 പേരേക്ക് അടുത്തുള്ള മാവിലായി എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഞാനിവിടെ എത്തിയതിലൊരു പ്രധാന കാരണമുണ്ട്. ഒരു പ്രത്യേകതയുള്ള ഒരു മനുഷ്യനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കരവിരുതുകൊണ്ട് കരകൗശല വസ്തുക്കളും അതുപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിംസ് അങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുന്ന ഒരു ആളാണ്. മരത്തടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്, അതാണ് പ്രത്യേകത. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് മൊബൈൽ അഡിക്ഷൻ, ലഹരി വസ്തുക്കളുടെ പിന്നാലെ പോകുന്ന കുട്ടികളും മുതിർന്നവരും എല്ലാം, അവരൊക്കെ വഴിതിരിച്ച് ഇതുപോലെയുള്ള ഗെയിംസിലേക്കൊക്കെ വിട്ടാൽ ബുദ്ധിയും വികസിക്കും, അവരെ മാനസിക ആരോഗ്യവും വികസിക്കും. അപ്പോൾ പറഞ്ഞു തിരികിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന് പോയി പരിചയപ്പെടാം. നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോവാം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് പേര്? രജിൽ പുനക്കാലല്ലേ. എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്? മരപ്പണി, ആശാരി, വിശ്വകർമ്മ അല്ലേ? പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇത് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ചെയ്തതാണ്. പിന്നെ ഇങ്ങോട്ട് അടുപ്പിച്ച് കുറച്ച് കൂടുതൽ വർക്കുകൾ ചെയ്ത് ഏടാകൂടങ്ങളിലെ ലോക്ക്ഡൗണിന് ചെയ്തതാണ്. ഏടാകൂടങ്ങളും അതുപോലെ പല പല വ്യത്യസ്തമായ സാധനങ്ങളും നിർമ്മിച്ച് വെച്ചിട്ടുണ്ടല്ലേ. ഇതിനൊക്കെ ഇങ്ങനെ ഒരു കാര്യം തോന്നാൻ എന്നാണ് പ്രചോദനമായിട്ട് എന്താണ് തോന്നിയത്? കൊറോണ സമയത്ത് പിന്നെ ഫ്രീ ആയിരിക്കുന്നതുകൊണ്ട് ചെയ്താണോ? ഫ്രീ ആയിരിക്കുന്നതാണ്. ആ സമയത്ത് വർക്കൊന്നുമില്ല, അന്നേരം ഫ്രീ ആയതുകൊണ്ട് ഇങ്ങനെ ഓരോന്നല്ല ഏടാകൂടങ്ങളിൽ യൂട്യൂബിൽ നിന്ന് കണ്ടിന്. അപ്പോൾ അതിൽ കളിക്കുന്ന ഗെയിം ഉണ്ടാവും. ആ ഗെയിമിന്ന് അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഗെയിമിന്ന് കണ്ടിച്ച് അതിൻ്റെ അളവും കാര്യങ്ങളും നമ്മളേതായ ഇതിൽ കൊണ്ടുവന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന. ശരിക്കിത് ഇതുപോലുള്ള ഏടാകുടം പോലെയുള്ള ഇത് നമ്മളെ ഇതിന്റെ പേര് റൂബിക് ക്യൂബിന്റെ അതേ സാധനം അല്ലേ? സ്നേക്സ് ക്യൂബ് എന്ന് പറയും. സ്നേക്സ് ക്യൂബ് അല്ലേ? അല്ല, ഇതൊക്കെ ശരിക്ക് നമ്മളിപ്പോഴത്തെ കുട്ടികൾ എന്ന് വെച്ചാൽ മൊബൈലിന്റെ പിന്നാലെയും പല പണ്ടത്തെ കുട്ടികൾ കളിക്കുന്ന പോലെ പുറത്തൊന്നും കളിക്കുന്നില്ലല്ലോ. ഇതൊക്കെ കളിക്കുമ്പോൾ ബുദ്ധിയും കൂടെ കുറച്ച് വികസിക്കും അല്ലേ? ഇതൊക്കെ നിർമ്മിച്ചിട്ട് എന്താണ്, എങ്ങനെയാണ് ഇത് പുറത്തേക്ക്? സെയിലുണ്ട്, ആവശ്യക്കാർക്ക് ഏടാകൂടങ്ങളിലോ ആവശ്യക്കാരെ വിളിച്ചു കഴിഞ്ഞാൽ എന്ത് സാധനം ഇവിടെ ഉള്ളതെല്ലാം സെയിലിനുള്ളിൽ. നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് പരിചയപ്പെട്ടാലോ? ഒരുപാടുണ്ടല്ലേ ഇവിടെ കൊള്ളുന്നതല്ല കേട്ടോ, ഇതിലും ഒരുപാട് അവിടെ ബാഗിലായിട്ടും വീടിൻ്റെ അകത്തും ഉണ്ട്. നമുക്ക് പറ്റുന്നതൊക്കെ കണ്ട് പരിചയപ്പെടാം. ഇത് ഏണി ഇറങ്ങുന്ന ബൊമ്മ. ഗംഭീരമായിട്ടുണ്ടല്ലേ. ഇതൊക്കെ ചെയ്യാൻ ശരിക്കും എത്ര കാലം എടുത്തു? ഇതൊരു 2 ദിവസം എടുത്തിന്. 2 ദിവസം അല്ലേ? നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഗംഭീരം. അതിന്റെ ശരിക്കും ഇതിന്റെ പേരെന്താണ്? അങ്ങനെ എന്താ പേരൊന്നും ഉണ്ടോ? പേരൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ നിന്ന് കണ്ടുകൊണ്ട് അങ്ങനെ ചെയ്തല്ലേ. അപ്പൊ ഇനി നിങ്ങൾ ഉണ്ടാക്കുന്നതിന് ഓരോ പേര് നിങ്ങൾ തന്നെ ഇടണം കേട്ടോ. അപ്പൊ അതും കൂടി ഒരു ഇതായിരിക്കും. പിന്നെ അടുത്ത ഇത് കാണിക്കാം. ഇതിന് പേരുണ്ടോ? ഒന്നിനും പേരിട്ടില്ല അല്ലേ? ഇനി പേര് ഇടണം കേട്ടോ.
അടിപൊളി. കണ്ടത് മധുരം കാണാത്തത് അതിമധുരം എന്ന് പറഞ്ഞ പോലെ ആണല്ലോ ഇതല്ലേ, ഓരോന്ന് കഴിയുന്നതിനാ. ഇതിൻ്റെ എന്നാ ഇത് നമ്മളൊന്ന് കാണാൻ പറ്റുമോ? ഇത് കാണാം. ഏകദേശം അതേ ഒരു ഇതാന്ന് തോന്നുന്നു അല്ലേ, റൂബിക്സ് ക്യൂബിന്റെ ഏകദേശം അതേ ടൈപ്പ് അല്ലേ? സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഗെയിം മാറ്റാന്ന്. ഇത് ഒരേ കളർ ഒരേ ഭാഗത്താക്കലല്ലേ അതിൻ്റെ ഇത്? അതെ അതെ. ഇങ്ങനെയാണ് ഉണ്ടാവുക സ്റ്റാർട്ടിങ്. സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ കറുപ്പ് ഇടി വരും. എല്ലാ കറുപ്പും കറുപ്പിൽ വരും അല്ലേ? എല്ലാ ഭാഗത്തും ഒരേപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയത് ഇങ്ങനെ ടേൺ ചെയ്യലിനാ? അങ്ങനല്ലേ? അങ്ങനെ തന്നെ. അത് ആ റൂട്ടിലോട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഇത് സെറ്റ് കറക്റ്റായി വരും. ഒന്ന് ശ്രമിച്ചു നോക്കും. എനക്ക് പണി വന്നതാ അത് വേണ ചങ്ങായി പറ, ഞാൻ നോക്കി നോക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ ഇടല ഉണ്ടാവുക. നടക്കൂല ദാസ, ആവൂല. ഇത് ശരിക്ക് ചിന്തിക്കാനും ചിന്തിച്ച് ബുദ്ധി വളർത്താനും നല്ല സാധനം കേട്ടാ. ഇതാണ് ഗെയിം കൊടുക്കണോ? ഫോണിൽ ഒഴിവാക്കി ഇതുപോലത്തേക്ക് വരണം. ഇതെല്ലാം ഗെയിമല്ല, ഓരോ മോഡലിലുള്ള ഗെയിമുകളാണ്. ഇതൊന്നും ഏടാ കൂടെ തന്നെയാ? ഇതെല്ലാം ഏടാ കൂടെ. ഇത് 12 പീസിൻ്റെത്. നമ്മൾ തമാശക്ക് പറയില്ല ഏടാ കൊടുത്ത് പെട്ട പോലെ. ഇത് 12 പീസിൻ്റെത്. ഇത് 24 പീസിൻ്റെത്. ഇതൊന്ന് ഇളക്കി കഴിഞ്ഞാൽ ഇളക്കി എടുക്കാൻ പറ്റും. എല്ലാത്തിനും ഓരോ ലോക്ക് ഉണ്ടാവും. ആ ലോക്ക് കഴിച്ചു കഴിഞ്ഞാലാണ് അതാണ് പഠിക്കേണ്ടത് ഗെയിംസ് അല്ലേ. അത് കൈക്കല് മാത്രല്ല, ഇതേപോലെ തന്നെ സെറ്റ് ചെയ്യണം. നല്ല പൂർണ്ണ. അപ്പോൾ അടുത്തത് നമ്മളെന്താ കാണുന്നത്, പരിചയപ്പെടുത്തുന്നു? ഒരു കങ്കാരു. കങ്കാരു ഇതിൻ്റെ അകത്ത് എന്താന്ന് ശരിക്ക്? ഇതിൻ്റെ അകത്ത് ഈ ചെരിവ് കണക്കാക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് പിന്നെ ബാലൻസ് കണക്കാക്കണം. ഈ ബാലിൻ്റെ വെയിറ്റും ഇതെല്ലാം ബാലിന് ചെറുങ്ങനെ തട്ടുമ്പോന്ന് ഇത് മുന്നോട്ട് പോകും. ബാല് നിലത്ത് തട്ടുമ്പോന്ന് ഇത് മുന്നോട്ട് ഇത് ആക്കാനല്ല, ഇത് കട്ടിങ് എല്ലാം വേഗം കഴിയും. ഇതിന്റെ ബാലൻസ് കണക്കാക്കാനാ പ്രയാസം. ഇതിന്റെ ഈ ചെരിവ് ക്ഷമ എല്ലാത്തിനും. ക്ഷമ മുഖ്യം ബിഗിലെന്ന് പറഞ്ഞാൽ ക്ഷമയില്ലാണ്ട് നടക്കില്ല. ഇത് നമുക്കൊന്നും പറഞ്ഞ പണിയല്ല, നമുക്ക് നല്ല. പിന്നെ ഈ ഇതിലേതെങ്കിലും നമുക്കൊന്ന് കാണിച്ചു തരാം, ഓപ്പണാക്കി കാണിച്ചു തരാൻ പറ്റിയ ഏതെങ്കിലും ഉണ്ടോ? ഏടാകൂടത്തിൽ ഞാൻ ഫസ്റ്റ് തന്നെ ഉണ്ടാക്കിയതാണ്. ഇതാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഏടാകൂടം. ഇതിൽ തുടക്കം അല്ലേ? എന്തായാലും തുടക്കം ഗംഭീരമായി. അതെ, ഇത് തന്നെയല്ലേ പരിചയപ്പെടുത്തണ്ടേ ആദ്യം തന്നെ. അതെ അതെ. ഇത് 6 പീസിന്റെ ഏടാകൂടം. സെറ്റ് ചെയ്ത് നോക്കുന്നു. വീണ്ടും പണി.
ഇത് സെറ്റാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം അല്ലേ? കണക്കാകുന്നുണ്ടോ? നിങ്ങൾ മിണ്ടൂലല്ലേ? ഇത് അത് തന്നെയാണ് സെയിമാണ്, പക്ഷേ ഇതിൻ്റെ പിന്നെ മോഡൽ സെയിം ആയിരിക്കും. ഇതിൻ്റെ പിന്നെ ഇതിൻ്റെ റൂട്ട് മാറ്റാം കളീൻ്റെ. ഇപ്പോൾ ആദ്യം വെക്കുന്ന പീസായിരിക്കില്ല ഇതിൻ്റെ മോഡൽ വ്യത്യാസം. കാണുമ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആയിരിക്കും. എല്ലാം മാറിയിട്ടുണ്ട്. ഒന്ന് സെറ്റാക്കിക്കോ. നിമിഷം കൂടെ സെറ്റാക്കുന്നുണ്ടോ കേട്ടോ. ഇന്നത്തെ യുവതലമുറക്ക് കൊടുക്കാൻ പറ്റിയ നല്ല സാധനങ്ങളാട്ടോ ഇതൊക്കെ. വളർന്നു വരുന്ന കുട്ടികൾക്ക് ബെസ്റ്റാണ് അല്ലേ? തെറ്റിലേക്ക് മൊബൈലിലൊക്കെ പോയിട്ട് തെറ്റിലേക്ക് നീങ്ങാണ്ടിരിക്കുക. ഏകദേശം ഇതേപോലത്തെ ഒരു ട്രിക്ക് തന്നെ ഗെയിംസ് തന്നെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതെല്ലാം ഇതിലെല്ലാം അതേ ഒരു ഇത് തന്നെയല്ലേ? അത് ഊരിയെടുക്കാൻ പറ്റും. ഇത് ഊരിയെടുക്കാൻ കഴിയും. ഇത് ഈ 2 പീസാണ്. ഈ റിങ് പുറത്തെടുക്കലാണ് ഈ ഗെയിം. ഇതിൻ്റെ അകത്തൊരു ലോക്ക് ഉണ്ട്. ആ ലോക്ക് ഒരു ആംഗിളിൽ ആക്കിയാൽ ഊരാൻ കഴിയും. അതുപോലെ ഇതും അങ്ങനെയാണെന്ന് തോന്നുന്നു അല്ലേ? അതൊരു റിങ് പുറത്തെടുക്കുക. ഈ ഗെയിമിൽ ഏറ്റവും സിമ്പിളാ ഇത്. ഇങ്ങനെയാണല്ലേ? അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ പ്രദർശനത്തിന് വെക്കുന്ന സമയത്ത് എല്ലാം ടഫായി കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കളി ഓരോന്നിൽ വിജയിക്കുമ്പോഴല്ലേ മറ്റുള്ള കളിക്കാനൊരു താല്പര്യം കാണിക്കും. ശരിയാ, ഞാൻ വെറുതെ ഒന്ന് നോക്കിയതാ. അഥവാ ബിരിയാണി എടുത്താലോ സലീം കുമാർ പറഞ്ഞാലോ. അപ്പോൾ എല്ലാം കാണുമ്പോൾ ഒന്നും സെറ്റ് ചെയ്യാനും കഴിയുന്നില്ല, ഒന്നും കഴിക്കാനും കഴിയുമ്പോൾ അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതും ചെയ്ത് വെക്കണം. ഇത് എന്താണ്? ഇത് ബോള്. ഇതിൽ വേറെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ചെയ്തു വെച്ചല്ലേ? ഇത് 2 മരാന്ന്, ഒരു മഹാണിയും ഒരു വീട്ടിയാണ്. കരിവീട്ടി ഉള്ളു പൊള്ളയാണ്. നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഫുട്ബോൾ പോലെ തന്നെ ഇല്ലേ? ആ അളവ് അങ്ങനെ നോക്കി ചെയ്താണോ അല്ലെങ്കിൽ? അളവ് പ്രകാരം ചെയ്യുന്നതാണ്. ഇതിന് ഈ നടുക്കുള്ളതിന് പിന്നെ 5 പീസ്, ഇതിന് 6 പീസ്, 6 കോണാണ്. ഇതിന് 5 കോണായിരിക്കും, ഇതിന് 6 കോണ്. എന്നാലേ ബോളായിട്ട് വരും. കട്ടിങ് കറക്റ്റായിരിക്കണം. പിന്നെ ഇതെന്താണ് സാധനം? ഇത് ആണി എങ്ങനെ ഉള്ളിൽ വെച്ചിട്ട് ആണി അടിച്ചിട്ട്? ആണി അടിച്ച് വളച്ച് വെച്ച് അളി പോകുന്നതിന്. ഇത് 2 പീസാണ്. അങ്ങനെ ചെയ്യാൻ പറ്റി? അത് ചെയ്യാൻ പറ്റും. പൊട്ടാണ്ട് സമയം. ഇതൊക്കെ കുറെ സമയം ജസ്റ്റ് ഒന്ന് പുറത്തൊന്ന് സെറ്റ് ചെയ്യും. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെച്ച് ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് സെറ്റാക്കി വെച്ച് ആണി അടിച്ചിട്ട് വളച്ച് വെക്കുന്നത് അളി പോകുന്നതിന്. അതേപോലെ തന്നെ ഇതും അതിന്റെ വേറെ ഏണി. ഇത് ഏണി ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യുന്നത്. ഏണി പിടിക്കലാന്ന് പറയുന്ന പോലത്തെ അവസ്ഥ അല്ല ഇത്? ശരിക്കും ഏണി പിടിച്ചിരുന്നോ അല്ലെങ്കിൽ? ഇത് പുറത്തുനിന്ന് ഒരിക്കൽ സെറ്റ് ചെയ്യും. അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇതാക്കും. അതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് ചെയ്യും അല്ലേ? അത് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് വെച്ചതെന്ന് പറഞ്ഞാൽ ഇത് അളി പിന്നെ പശുന്നും ഇടാതെയല്ലേ. അപ്പോൾ കുലുക്കുമ്പോൾ അളകി പോകുന്നതിനാണ് വെള്ളം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതാണ്ട ഇതൊക്കെ ദൈവത്തിന്റെ സൃഷ്ടിയാട്ടോ. ഓരോരോ ആൾക്കാർക്ക് ഓരോ കഴിവ് കൊടുക്കുന്നത്. ഇത് കുപ്പിൻ്റെ വേറെ ഒന്നുമില്ല. ഇല്ലില്ല. ഇത് നോക്കിക്കോ, അണിയോ പശയോ ഒന്നും വെക്കാണ്ട് വേറെ ഒന്നുമില്ല കേട്ടാ. ഇത് കുപ്പീൻ്റെ വെയിറ്റ് കണക്കൊക്കെ വെച്ച് കട്ട് ചെയ്തേ. വേറെ ഇതെന്താണ്? കുതിരേനെ കാണുന്നുണ്ട്. ഇത് കുതിരേൻ്റെ വെയിറ്റ് കണക്കൊക്കെ വെച്ച് ബാലൻസ് കണക്കൊക്കെ ചെയ്തേ. ഇതിങ്ങനെ എത്ര സമയം നിൽക്കാണ്ട് ഇങ്ങനെ ആടിക്കും.
ഇത് ആദ്യം നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഒരു ഏടാകൂടത്തിൻ്റെ ഇത് കൊറോണ സമയത്ത് പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ആക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം ഇങ്ങനെയുള്ള ഓരോ രൂപങ്ങൾ പിന്നെ നിങ്ങളെ തന്നെ ഐഡിയയിൽ ഓരോന്നും ഉണ്ടാക്കിയെടുത്തായിരിക്കും. ഇതെന്നാണ് പരുന്താ? ഇത് പരുന്ത്. ഇത് ബാലൻസ് കണക്കൊക്കെ വെച്ച് ചുറ്റുമുള്ള ബാലൻസും ഈ കൊക്കിൻ്റെ മേലെ കണക്ക് വരുക. ഇനി അടുത്ത് എന്നാ നമ്മൾ കാണുന്നത്? എന്താ ഇത് ഇത് പരിചയപ്പെട്ടോ? ഇല്ല. ഇത് തടി കഷ്ണമാണ്. ഇതിൻ്റെ ഉള്ളിൽ കോട്ടി ഇട്ടിട്ടുണ്ട്. അത് കോട്ടി താഴോട്ട് വരുമ്പോഴാണ് ഇത് മറിഞ്ഞ് വരിക. അതും അതിഗംഭീരം. ഞാൻ നേരത്തെ പറഞ്ഞ ഡയലോഗ് തന്നെ, കണ്ടത് മധുരം കാണാത്തത് അതിമധുരം. ഇത് ചെരുവിന് ഓപ്പോസിറ്റ് ആണ്. ഇത് കണ്ടോ, ഇവിടെ ഹൈറ്റ് കൂടുതൽ, ഇവിടെ ഹൈറ്റ് കുറവാണ്. ശരിക്കും അങ്ങോട്ടാണ് പോകേണ്ടത് അല്ലേ? അങ്ങോട്ട് പോകേണ്ടത്. ഇതുണ്ടോ, ഇത് PVC പൈപ്പാണ്. പൈപ്പ് വിട്ട് അങ്ങോട്ടേക്കാ പോകും അല്ലേ? ഇതാണ് അതിൻ്റെ ചെരുവ്. ചെരുവിന് വെച്ചാൽ കയറ്റത്തിലേക്ക് കയറി വരും അല്ലേ? അത് വേറൊരു സംഭവം അല്ലേ? ഞാൻ വെച്ചോക്കട്ടെ. വെറുതെ വെച്ചാൽ മതി അല്ലേ? വെച്ചാൽ മതി. വേറെ എന്നാ ഇതൊക്കെ എന്താണ് സംഭവം? അതെല്ലാം ജോയിന്റ് ചെയ്യുന്നതാണ്. അതും ഗെയിംസ് തന്നെയാണോ അല്ലെങ്കിൽ ഗെയിം അല്ല? ഇതൊരു ജോയിന്റ് ചെയ്യുന്നതാണ്. പണ്ട് കാലങ്ങളിൽ പിന്നെ ജോയിന്റ് ചെയ്ത് വരുന്ന മരത്തിൽ പണ്ടേ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് 2 തടിയാണ്. ഇത് ഇങ്ങനെ കയറ്റാൻ കഴിയില്ല. ചെറുതുനിന്ന് വലുതിലേക്ക് ഇങ്ങനെ കയറ്റാനും കഴിയില്ല. ഇങ്ങനെ പ്രസ്സിങ്ങും ചെയ്യാൻ കഴിയില്ല. അതുണ്ടോ? അങ്ങനെയാണല്ലേ? ഇതെങ്ങനെ കയറ്റിയെന്നാണ് ജോയിന്റ് ചെയ്തതെന്നാണ് ചോദ്യം. അതാണ് ചോദ്യം. അതിനുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറയേണ്ടി വരും. നമുക്കറിയില്ല അല്ലേ? ഇതുപോലെ ചെയ്തിട്ട് വേണം. നമ്മളും ഇത് ശ്രദ്ധിക്കലില്ല. അതായത് ഇങ്ങോട്ടേക്ക് ഇങ്ങനെയുള്ള നമ്മൾ കാണൂലല്ലോ. ഇങ്ങനെയും പ്രസ്സാക്കാനും കഴിയില്ല. ഇങ്ങനെ ചെരുവുണ്ട്, ഇങ്ങനെയുള്ളതുകൊണ്ട് ഇങ്ങനെയും കയറ്റാൻ കഴിയില്ല. ചെറുതുനിന്ന് വലുതിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ വേറൊരു മോഡലാണ് ഇത്. ഇങ്ങനെയും കയറ്റാൻ കഴിയില്ല, ഇങ്ങനെയും ജോയിന്റ് ആക്കാൻ കഴിയില്ല, ഇങ്ങനെയും കയറ്റാൻ കഴിയില്ല. ഇങ്ങനെ വരുന്നുണ്ട്. ഇത് 2 തടി തന്നെയാണ്. 2 പീസാണ്. 2 കളർ എടുത്തതല്ലേ മനസ്സിലാകാൻ വേണ്ടി? ഇത് ഒരേ കളറുള്ള മരം. ഞാൻ കളർ മാറ്റി ചേഞ്ച് ചെയ്യാം. മരം കൊത്തി പക്ഷിയല്ലേ? ശരിക്കും മരം കൊത്തി കൊത്തുന്ന പോലെ തന്നെ ഇല്ലേ? ഇത് സരസ്വതി പീഠം എന്ന് പറയും. രാമായണ ബുക്ക് തന്നെ ഒറ്റത്തടിയാണ്. ഒറ്റത്തടിന്ന് മുറിച്ചെടുക്കുന്നതാണ്. ഇതുപോലെ മുറിച്ചാക്കണല്ലേ? ഇത്രയും പിന്നെ ചെറിയ പീസ് കൊത്തിയെടുക്കുമ്പോൾ അത്ര വിഷമം ഉണ്ടായില്ല. പൊളന്നു പോകാൻ ചാൻസ് കൂടുതലല്ലേ? പൊട്ടിപ്പോവാണ്ട് എടുക്കണ്ടേ? ഇത് നോർമൽ എല്ലാടിക്കും കണ്ടത് ഇങ്ങനെ 2 പീസില്ല, 4 പീസിൻ്റെ. 2 പീസിൻ്റെ സാധാരണ വീടുകളിലൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ 2 പീസിൻ്റെ ആകുമ്പോൾ ഈ ഒരു മോഡലിലേ വെക്കാൻ പറ്റും. 4 പീസിൻ്റെ ആകുമ്പോൾ ഇങ്ങനെ വെക്കാൻ പറ്റും. ഇടിയും ബുക്കും വെക്കാം, ഇടിയും വെക്കാം, പിന്നെ ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയും വെക്കാം. വായിക്കാത്ത സമയത്ത് ഇങ്ങനെയും മേടിക്കുമോ കല്ലിൻ്റെ മേലെ? ഇതെന്താണ്? ഇത് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കൊത്തിയെടുത്തതാണ്. ഇത് ഒറ്റ തടിയിൽ തടീൻ്റെ അകത്ത് നിന്ന് തന്നെ കൊത്തിയെടുത്തതാണ്. അതിൻ്റെ വേറെ മോഡലാണ് ഇത്. ഇതെങ്കിൽ പുറത്തെടുക്കാൻ കഴിയില്ല. പുറത്തെടുക്കണം. ഇതന്നെ വിഷമല്ലേ? കറക്റ്റ് കള്ളിയിൽ കിട്ടണോ ഇതല്ലേ? ഇത് പൊട്ടിപ്പോകാണ്ട് എടുക്കുമ്പോൾ ചെറിയ നേരെ പീസല്ലേ വരുന്നത്. ഗംഭീരം. ഇത് ടീയാക്കലാണ്. ഇത് സെറ്റ് ചെയ്യലാണ്. ഇത് 4 പീസിൻ്റെ
ടീ പോലെ വേണം അല്ലേ ആക്കിയാൽ? പോലെ എടാ അടിപൊളി. ഇതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. വീണ്ടും പണി. എങ്ങനെ നിങ്ങൾ ആക്കിയാന്ന് നോക്കിയില്ല കേട്ടാ. നിന്നെയാണോ? ഇല്ല, ഇത് നിങ്ങളെ മുന്നിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്താലും രണ്ടാമത് സോൾവ് ചെയ്യാൻ കുറച്ച് പ്രയാസം തന്നെ. ചില ആളെന്ന് ചെയ്യാന്നറിയാം, ഞാൻ കാണാണ്ട് വീഡിയോ എടുക്കും. വീഡിയോ കണ്ടിച്ച് സെറ്റ് ചെയ്ത് തരും. നായ പഠിച്ചോനെ. ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കേസല്ല. ഞാൻ ഇപ്പം കണ്ടില്ല, ആകെ 4 പീസേ ഉള്ളൂ, എന്നിട്ട് തന്നെ ആകുന്നില്ല നമുക്ക്. കഴിഞ്ഞു. ഇവിടുത്തെ ഒരുപാടുണ്ട് കേട്ടാ. ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് കാര്യം അതിൻ്റെ അകത്തുണ്ട്. അതൊന്നും ഈ ടേബിൾ മേലെ ഇതുപോലത്തെ ഒരു 5 ടേബിൾ വെച്ചാലും കൊള്ളാത്ത സാധനം ഉണ്ട്. പക്ഷെ പറ്റുന്ന കുറച്ചാണ് ബാഗിൽ നിന്ന് കാണാം നമുക്ക്. വാ, കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതാ എഫ് എന്നുള്ള എഴുതിയ പോലത്തെ എല്ലാം ഉണ്ട്. ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് കേട്ടോ. ഇത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മരം കട്ട് ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇതാക്കി. ഇതെങ്ങനെ സെറ്റ് ചെയ്തിരുന്നു ഇരുമ്പിൻ്റെ ബോൾട്ട് അന്നിട്ട് വന്നു. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ സെറ്റ് ചെയ്തിരുന്നു ഒട്ടിച്ച് തരും ചിലപ്പോൾ. അല്ലാണ്ട് നമ്മൾ ഉത്തരവില്ല. ഇതെല്ലാം അത്ഭുതം. ഇതിൻ്റെ അകത്ത് ഒരുപാടുണ്ട് കേട്ടോ. നമ്മളെല്ലാം എടുത്ത് ഇതാക്കും. ഇതിങ്ങനെ ഇതും പസിൽ പോലത്തെ ടൈപ്പ് അല്ലേ? ഇതിൻ്റെ അകത്ത് ഒരു റൗണ്ട് പോലത്തെയാ? ഇത് മരം ജോയിൻ്റ് അടിച്ച്. ഇതൊന്ന് 2 ടൈപ്പ് ആണെന്ന്. ഇത് ഒരു സൈഡ് ഇങ്ങനെ കാണുന്നുണ്ട്, ഒരു സൈഡ് മാറ്റാം. രണ്ട് പീസാണ്. നേരെ പീസിനെ കൊണ്ടോട്ട് ചെയ്താണ്. ഇതേപോലത്തെ അല്ലേ ഈ പീസ്? ഇതൊരു ഗെയിമാണ്. ഇത് എല്ലാം എടുത്തേച്ച് മാറ്റിച്ച് ഈ പീസ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് വേണം ഇത് രണ്ടാമത് സെറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉള്ളിൽ കയറും? അതിൻ്റെ ഉള്ളിൽ കയറും. അത് വേറൊരു മോഡലിൽ വെച്ച് കഴിഞ്ഞാൽ ഈ പീസ് അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ സെറ്റ് ചെയ്യാം. കയറും അല്ലേ? വീട്ടിൽ കൊണ്ടുപോയിട്ട് നോക്കാം. ഇവിടുന്ന് നോക്കിയാൽ പിന്നെ നാണക്കടാവും. ഇത് കസേരയാണ് കേട്ടോ. ഇത് കാണുമ്പം വിചാരിക്കും നമ്മൾ പിന്നെ നമ്മളിപ്പം കിട്ടുന്ന ഷീറ്റിൽ ഒട്ടിച്ച ടൈപ്പ് വരുന്നുണ്ട്. അതല്ല കേട്ടോ, മരത്തിന്റെ ചെറിയ ചെറിയ പീസ് കൊണ്ട്. ഇത് 3 ടൈപ്പ് മരമാണ്. ഇത് പ്ലാവ്, ഇത് പിന്നെ വേങ്ങ, ഇത് മഹാണി. അത് 3 കളറുള്ള മരം ഇതിനെ കൊണ്ട് ചെയ്തിയാ. അതായത് 3D ടൈപ്പിലാ കാണാൻ. അങ്ങനെയുണ്ട്. ഇതേപോലത്തെ ഡിസൈൻ വരുന്നുണ്ടല്ലോ ഷീറ്റിലൊക്കെ വരച്ച പോലത്തെ, അതേപോലെ ഉണ്ട് കാണാൻ. ഇതും അങ്ങനെ തന്നെ ചെറിയ സീലിങ് വേസ്റ്റ് മരത്തിനെ കൊണ്ട് ചെയ്തിയാ. ചെറിയ ചെറിയ പീസാണ് ഇത്. കണ്ടോ, ശരിക്ക് ലോകത്തിലെ അത്ഭുതം കഴിഞ്ഞെന്ന് ചോദിച്ചേട്ടാ. ഇവിടെ വന്ന് നോക്കുമ്പോൾ അല്ലേ, ഒരുപാടുണ്ട്. ഇതൊന്നും ഒന്നുമല്ല, കണ്ടതിനെക്കാട്ടിയും കൂടുതൽ കാണാതെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും എല്ലാം എടുത്തിട്ടാൽ ടൈം ഒരുപാട് വേണം, നമുക്ക് കണ്ട് തീർക്കാൻ പറ്റില്ല. അതാ ഇത് ഇത്രയല്ലേ ഉള്ളൂ അല്ലേ അതിൻ്റെ അകത്ത്? 3 പീസിൻ്റെ. അത് 3 പീസിൻ്റെ. അത് കുറച്ച് സിമ്പിളാണ്. അതേപോലെ തന്നെ ഇത് 3 പീസ് പറയല്ലേ ആളുകൾ നമ്മളെ. കഴിച്ചേട്ടാ ഞാൻ കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കേട്ടോ മനസ്സിന്. അതങ്ങനെ. അതേപോലെ തന്നെ ഒന്നും ഇത് രണ്ടും കണ്ട മോഡല് സെയിമാ, പക്ഷെ ഗെയിമിൽ മാറ്റമുണ്ട്. അത് നോക്കി നോക്കി നിങ്ങള്. ഇതെന്തോ പണിയാണ് അറിഞ്ഞു തന്നത്.
അതിന് അനക്കാൻ വരെ കഴിയൂല. ഉറപ്പാ കഴിക്കുന്നേന്ന് നിങ്ങൾ കഴിക്കും. എടുത്തു നോക്കാം. എന്താ വേറൊരു മോഡൽ കേട്ടാ, ഇതൊരു ബോക്സ് ആണ്. എന്താണത്? ഓ, നമ്മളെ ഇതും എന്താ പറയാ മേക്കപ്പ് സെറ്റ് പോലത്തെ ടൈപ്പ് അല്ലേ? അതിന് വേണ്ടി ഉണ്ടാക്കിയതാ. ഇതിങ്ങനെ അടിപൊളിയല്ലേ. കാണാത്ത ഒരുപാട് സാധനങ്ങൾ ബാഗിലും പല സ്ഥലത്തായിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഇവിടെ കാണാൻ പറ്റിയ സാധനം കണ്ടുണ്ട് കാണാൻ. പിന്നെ അത്ഭുത ചക്രം എന്ന് പറയും, കാണാൻ പറ്റുമോ? അത് കാണാൻ പറ്റും. എവിടെയുള്ളത്? പിന്നെ മുകളിലുള്ള അങ്ങോട്ട് പോകണല്ലേ? ചുമരമുള്ള ഫിറ്റ് ആക്കി കണ്ടൂടെ? കാണാം. വാ, അത്ഭുത ചക്രം എന്ന പേര്. അപ്പൊ എന്തോ അത്ഭുതം അതിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ റോപ്പ് വിളിച്ചാൽ മതി മേലോട്ടേക്ക്. ഫുള്ള് മേലോട്ട് വലിക്കല. ഇതാണ് ഇതിന്റെ വെയിറ്റ്. ആ വെയിറ്റിന് കണക്കാക്കി തിരിയാ. ഒരു റാഡ് 2 ലീഫാണ്. ഡ്രില്ലിംഗ് മെഷീന്റെ ചക്കാന്ന് തോന്നുന്നു. അതെ. ഇത് ഓരോരിക്കും മാറുന്നതിനനുസരിച്ചിട്ട് ഡിസൈൻ മാറി വരുന്നുണ്ടല്ലേ? അതാന്ന് തോന്നുന്നു അത്ഭുത ചക്ക പേരിട്ടല്ലേ? സ്പീഡിന് വ്യത്യാസത്തിൽ ഡിസൈൻ മാറും. ഇതിന് നിങ്ങളിട്ട പേരാണോ അതോ? അല്ലല്ല, ഇത് അത്ഭുത ചക്രം തന്നെ. ഇതിന്റെ പിന്നെ മെറ്റീരിയൽ എന്നാ മരമാണോ? ഫ്ലൈവുഡിൽ ചെയ്ത ഫ്ലൈവുഡല്ലേ? ഇതിൽ കുറച്ച് മെക്കാനിസം ഉണ്ട് അടിഭാഗത്ത് ഉള്ളിലേക്ക്. അതുകൊണ്ടാണല്ലോ ഡിസൈൻ മാറുന്നത് അല്ലേ? ഓരോ സ്റ്റെപ്പായി ഇതാകുമ്പോൾ മാറി മാറി വരുന്നല്ലേ? നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എന്നാ രസോ. ഇതിനൊക്കെ ഓർഡർ വരാറുണ്ട്? ചെയ്തു കൊടുക്കലുണ്ടോ നിങ്ങൾ? ചെയ്തു കൊടുക്കലുണ്ട്. അതെയാ. അപ്പോൾ ഇതെല്ലാം നമ്മളിപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഒരാൾ നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും, എത്ര ദിവസം എടുക്കും ചെയ്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി? പണീൻ്റെ തിരക്കും അതെ. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പിന്നെ തിരക്കില്ലാത്ത സമയം എത്ര ദിവസം എടുക്കും? ഒരു 2 ദിവസം 3 ദിവസം കൊണ്ട് ചെയ്യണം. ഇത് ആദ്യം തന്നെ ഉണ്ടാക്കാൻ കുറെ പ്രയാസപ്പെട്ടേ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിരിക്കും അല്ലേ? സംഭവം ഗംഭീരം, അതിഗംഭീരം എല്ലാം. ഒന്ന് മാത്രമല്ല, കണ്ടത് ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. ഒന്ന് ഇത് കാണുമ്പോൾ വിചാരിക്കും ഇത് ഇത്തിരി അടുത്തത്. ഇതൊന്നും ഒരു പാമ്പിനെ, ഇത് രാജവെമ്പാലനെ ഉള്ളിൽ ഇന്ന സംഭവം. ഇത് പുറത്തെടുക്കാൻ പറ്റുമോ? പുറത്തെടുത്ത് നല്ല ഒറിജിനാലിറ്റി ഉണ്ടല്ലോ. പിടിച്ചൂടെ? വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല കണ്ടാ മരത്തിൽ ചെയ്തയാ. നല്ല പാമ്പിനെ പോലെ തന്നെ. ഇത് രാത്രിയെല്ലാം എവിടെയും കൊണ്ടുവച്ചിട്ട് പേടിച്ചു കേട്ടോ. സത്യതാ. ബേക്ക് ഭാഗമെല്ലാം കണ്ടതാ. ഇതാരാ ഉണ്ടാക്കിയത്? ഇത് അച്ഛനുണ്ടാക്കിയതാ. അച്ഛനല്ലേ? അപ്പം അച്ഛൻ്റെ ഒരു കഴിവ് നിങ്ങൾക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഇതാന്ന് തോന്നുന്നു ഇങ്ങനെ എത്താൻ കണ്ടി. കാരണം അച്ഛനിപ്പം ജോലി ചെയ്യുന്നുണ്ടോ? ഉണ്ടല്ലേ? ഇവിടെ തന്നെ ഒരുമിച്ചിട്ട് തന്നെയാ? ഒരുമിച്ച് തന്നെ. ഇതിങ്ങനെ എത്ര സമയം കറങ്ങും? ഇതൊരു 10-15 മിനിറ്റോളം കറങ്ങും അല്ലേ? അവർക്ക് കറക്കിയാൽ അത് വെയിറ്റിലാണ് തിരിയുന്നത്. അപ്പൊ ഇത് വെയിറ്റ് നിലത്ത് മുട്ടുന്നവരെ കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ? കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു 10-15 മിനിറ്റോളം കറങ്ങും അല്ലേ? ആ, ഇത് നിങ്ങൾ ഉണ്ടാക്കിയാണോ അല്ലെങ്കിൽ? അത് ഞാൻ ഉണ്ടാക്കിയതല്ലേ? ഇത് പിന്നെ കാണുമ്പോൾ മരത്തിന്റെ ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നിങ്ങളുടെ സൃഷ്ടിയായിരിക്കും. നമ്മളെ പണ്ടത്തെ വയസ്സായ വീട്ടിൽ ആദ്യത്തെ മടിയൻ കസേലയെന്ന് പറയും. ഇരിക്കാൻ പറ്റുമോ? ആയിരുന്നു. മടിയൻ കസേരമേൽ ഇരിക്കണം എന്നെ ഒരാഗ്രഹം. പണ്ട് നമ്മളെ മുകളിൽ വെക്കാം, കാലിങ്ങനെ വെക്കണം കേട്ടോ. അന്നേരം അതിന്റെ കാലിൻ്റെ അടിയിലെല്ലാം മണ്ണലുണ്ടാവേ. നിങ്ങൾ കണക്കിലെടുക്കണ്ട. പക്ഷെ സുഖം.
കുറേ കാലം പണിയെല്ലാം എടുത്തിട്ട് റെസ്റ്റെല്ലാം എടുക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം മേടിച്ച് ഇങ്ങനെ കേട്ടേക്കണം. നല്ല സുഖം. വീടിൻ്റെ ഉമ്മർത്തല്ലേ, അടിപൊളി. എന്തായാലും ഇനി നമ്മൾ താഴെ വരെ എന്താ കാണാനല്ലേ? ഇവിടുത്തെ കാണാൻ ഒരുപാടുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കി തന്നെയാ? അതെയാ? ബാറ്ററി കയറിട്ടാണ്. ഇത് ബാറ്ററി ഇട്ട് വെക്കണം കേട്ടോ. ആരെങ്കിലല്ലേ ഇന്നും കാണാൻ വരും എന്തായാലും. ഇതൊക്കെ മരത്തിൽ ചെയ്ത് തന്നെയാ? മഹാഗണിയാന്ന് തോന്നുന്നു അല്ലേ മരം? ഇത് മിക്സ്ഡ് മരമുണ്ട്. ഇതൊന്നും ഇത് മേലെയുള്ള അതേ ടൈപ്പ് തന്നെയാ? ഇതിന്റെ വേറെ ഇത് ബെഡായിട്ട് യൂസ് ചെയ്യാം. ഇത് ഇങ്ങനെ കിടക്കാം. മറ്റേതിൽ പിന്നെ സാധാരണ കോമൺ ആയിട്ട് കാണുന്ന മടിയും കസന ഇരിക്കട്ടെ. ഇനി അടുത്ത് ഞാൻ ഇരുന്ന് നോക്കട്ടെ അവസ്ഥ. കുറച്ചും കൂടി ബേക്കോട്ടിരുന്നോ. എൻ്റെ അമ്മച്ചി എന്താ സുഖം. ഗൾഫിൽ കണ്ടിട്ടുണ്ട് ഇതുപോലത്തെ സാധനം കേട്ടോ. ഇങ്ങനെ കിടന്നിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്ന കസേര. അത് പക്ഷേ പിന്നെ ഇതാണ് സ്പോഞ്ചിൻ്റെ ടൈപ്പാണ്. ഇങ്ങനത്തെ അല്ല, ഇങ്ങനെ പെറക്കും അതിലിരുന്നാൽ വൈബ്രേഷൻ. സംഭവം കിട്ടു. ഇതുപോലത്തെ ഒന്ന് എന്തായാലും ആക്കണം എനിക്ക് വീട്ടിലേക്ക്. ഇത് കണ്ടില്ല, ഇതും 3D ടൈപ്പ് ചെയ്താ ഗ്ലാസിന്റെ മേലെ ഇട്ടാണ്. മരം വാങ്ങിപ്പോയി. ഇതൊക്കെ ചെയ്തെടുക്കാൻ അത്ര ടൈം എടുത്തിരുന്നു? ഇതിന് പ്രയാസപ്പെട്ടിപ്പോ. ഇത് ഓരോ പീസും അതേ ഡിസൈനിൽ വരും. നേരത്തെ കണ്ട എടാകൂടത്തിനെ പോലെ ഇങ്ങനെ ഇറക്കി കറക്റ്റ് വെച്ചോടുക്കും. ഗ്യാപ്പ് പോലല്ലോ, അതല്ലേ പറയുന്നത്. ഇത് ഇപ്പോഴത്തെ ജോയിന്റ് ഫ്രീ ടൈൽ വെച്ച പോലെ ഉള്ളേ, അടുപ്പിച്ച് വന്നിട്ട് കാണില്ലേ? ഓരോന്നിനും ഒരു മുറിയാണ്, മാറ്റമുണ്ട്. ഇത് ഞാനൊരു മോഡൽ ചെയ്ത എടകൂടത്തിന്റെ ഇങ്ങനെ 3 പീസിന്റെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്തിയാ. ഇതൊക്കെ ആർക്ക് കിട്ടിയതാണ്? ഇത് അനക്ക് കിട്ടിയുണ്ട്, പിന്നെ മകന് കിട്ടിയതുണ്ട്. മകൻ എന്താന്ന് ഇതുപോലത്തെ കഴിവ് മകനുണ്ടോ? നിങ്ങൾ പറഞ്ഞു കൊടുക്കലുണ്ടോ? സെറ്റ് ചെയ്യലുണ്ട്. പിന്നെ വേറെ ആർക്കെങ്കിലും കുടുംബത്തിൽ ഇങ്ങനത്തെ ഇത് കിട്ടിയിട്ടുണ്ടോ? ഏട്ടനല്ലേ അദ്ദേഹം ഇതുപോലെ ചെയ്യുന്നത്? ഇത് ഈ ഐറ്റംസ് അല്ല, എടകൂടം അങ്ങനത്തെ അല്ല, ഒരു കൊത്തുപണിയില്ല. കൊത്തുപണി അല്ലേ? ആളെ രൂപം എല്ലാം കൊത്തു. അദ്ദേഹം ഇപ്പൊ ഉണ്ടോ? ജോലി ചെയ്യുന്നുണ്ട്? ജോലി ചെയ്യുന്നില്ല, കാലിന് സ്ക്രാച്ച് വന്നിട്ട് വീണ്ടും നിർത്തി. ഒരു പ്രായമുണ്ട്. കാല് അത്യാവശ്യ ഘടകമല്ലേ പിടിച്ചെല്ലാം ചെയ്യാൻ വേണ്ടിട്ടല്ലേ? ഓരോ പേര് ഫേമസ് ആണ്. പിന്നെ ഗംഗമ്മാവില എന്ന് പറഞ്ഞാല് അതെയാ ചെയ്തിയാ. അതിങ്ങനെ മേലെ നിന്ന് കട്ട വീണ മോഡൽ മൊത്തം സെറ്റ് ചെയ്താല് അതായത് ഇത് കവിത എഴുതിയൊക്കെ അതിന്റെ ഇത് അറിയുന്ന പോലത്തെ അവസ്ഥ നമ്മൾ ചോദിക്കേണ്ടത്. അതാണ് ഞാൻ ചോദിച്ചത്. ഇത് എന്നാണ് സംഭവം? ഇത് ഹോൾസിലോട്ട് കറങ്ങി കാണുമ്പോ തോന്നുന്നില്ലല്ലേ ഇങ്ങനെ പോകുന്നു. അടിയിൽ മോട്ടർ വന്ന് അടിയിൽ മോട്ടർ, എന്നാലും ഇത് കറക്റ്റായി ചെയ്തിലോട്ട് മറിഞ്ഞ് വരണം. കട്ടിങ് എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഇത് എത്ര ടൈം എടുത്ത് ചെയ്യാൻ? ഇതൊരു 2-3 ദിവസം എടുത്തല്ലേ? ഇതെന്നാ മരം തന്നെയല്ലേ ഇത്? ഇത് ഇതാണ് ബോർഡാണ്. മരത്തിൽ ചെയ്യാൻ കഴിയില്ല, പൊട്ടിക്കളിയും. ഇത്ര നേരിയതായുണ്ട്. ഇത് പിന്നെ ഡയമണ്ട് ഷീറ്റിന്റെ ബോർഡാണ്, MDF ബോർഡ് എന്ന് പറയും. ഇതിൽ പിന്നെ മൾട്ടി വുഡാണ്. സംഭവം അടിപൊളി. ആദ്യം വെച്ചേർന്നു. അതുമല്ല, മോട്ടറിൽ സ്പീഡും കുറക്കണം. അത് സ്പീഡിലല്ലേ തരിക. ഗിയർ മോട്ടറും മേടിച്ച് ചെയ്യാന്ന്. ഗിയർ മോട്ടർ വെച്ചിട്ടും സ്പീഡുണ്ട്. ഇത് ഇത്രയും സ്ലോലി തിരിയുമ്പോൾ അതിന്റെ ഭംഗി. അതിന്റെ ഉള്ളിൽ വേറൊരു മെക്കാനിക്സ് ആക്കിച്ചാന്ന് അത് സ്പീഡ് കുറച്ച്. സ്പീഡ് തിരിയുമ്പോ ആ രസം കിട്ടില്ല, മനസ്സിലാവില്ലല്ലോ. നല്ല ഇതിങ്ങനെ സ്ലോയില് കീറി ഇറങ്ങി വരണ്ട, എന്നല്ല അതിന്റെ ഭംഗി. ഓരോ കണ്ടുപിടുത്തങ്ങളല്ലേ. ഇനി നമുക്ക് ഇദ്ദേഹത്തിന്റെ കുടുംബത്തിനൊന്ന് പരിചയപ്പെടാം. എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി തരുമോ? ഇത് ഭാര്യ വൈഫാണ്. എന്താ പേരും കൂടെ പറഞ്ഞു? ജീന. ഇത് മരുവാനാണ്.
ഞങ്ങളെ കുട്ടി. അവൻ്റെ പേരും എല്ലാവരുടെ പേരും പറഞ്ഞു പോയിക്കോ. ദേവമർദ്ദൻ. ഇത് മകനാണ് ആ ഋതു റിഞ്ച്. ഇത് മോള് ഋതുദേവിക. ഇത് അമ്മ, പെങ്ങള്, ഇത് അച്ഛൻ. അവരും പേര് പറഞ്ഞു. അവർക്ക് ഇത് അമ്മ പ്രേമലത, പിന്നെ രജിമ, പിന്നെ അച്ഛൻ്റെ പേര് രവീന്ദ്രൻ. അച്ഛനും പിന്നെ നമ്മളെ പണി തന്നെ ഈ ഫീൽഡിൽ തന്നെ ഉണ്ടല്ലേ? അച്ഛൻ്റെ ഒരു ശിക്ഷണത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതെല്ലാം അങ്ങനെ തന്നെയല്ല, അച്ഛൻ്റെ ഇതിൽ തന്നെ. നിങ്ങൾക്ക് അല്ലാണ്ട് തന്നെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന കഴിവുകളുണ്ടല്ലോ കുറേ. ചേട്ടാ പിന്നെ വൈഫ് പാട്ട് പാടോ? ഒന്ന് ഒരു പാട്ട് പാടിപ്പിച്ചാലോ നമുക്ക്? അത്യാവശ്യം പാടലുണ്ട്. പാടലുണ്ടല്ലേ? നമുക്കൊന്ന് കേട്ടാലോ? താല്പര്യം പാടൂല ഒന്ന്? പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം. അറിയുന്ന പോലെ പാടാ. ചിലപ്പോൾ വരികളിലെല്ലാം എന്തെങ്കിലും ചെറിയ അക്ഷരത്തെറ്റെല്ലാം ഉണ്ടാവും, അതിൽ നമ്മൾ ക്ഷമിക്കാം. എന്തായാലും പാടാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ച് കൊടുക്കുന്ന എല്ലാവർക്കും കിട്ടൂല. ഇവർ പാടലുണ്ടെന്ന് പറഞ്ഞാൽ വെറുതെ പാടുന്ന കേട്ടാ. അപ്പോൾ അധികാരവും വിമർശിക്കാനൊന്നും ഇതില്ല, പഠിക്കാണ്ട് പാടുന്ന. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്തായാലും ഉണ്ടാവും. എന്തായാലും നമുക്ക് കേട്ട് നോക്കാം. വരമഞ്ഞളാടിയ രാവിൻ്റെ മാറിൽ ഒരു മഞ്ഞു തുള്ളി ഉറങ്ങി, നിവിനേരമെന്തിനു തേങ്ങി നിലാവിൻ വിരഹമെന്നാലും മയങ്ങി, പുലരിതൻ ചുംബന കുങ്കുമമല്ലേ ഋതുനന്ദിനിയാക്കി, അവളെ പനി നിർമ്മലരാക്കി. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, കൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണനൊരു മാലയ്ക്കായി, പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാർത്താം ഞാൻ. തുളസിക്കതിർ നുള്ളിയെടുത്തു കണ്ണാ 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 കണ്ണാ. അടിപൊളി, സൂപ്പറായി. പിന്നെ ഇത്രയധികം സാധനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കഴിവാണ്. ഇത് എല്ലാവർക്കും ഇല്ല. ഒരു ലക്ഷത്തിലൊരാൾക്ക് ചിലപ്പോൾ ഇങ്ങനൊരു കഴിവുണ്ടാവും. ഇത്രയും ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും അംഗീകാരങ്ങളോ അല്ലെങ്കിൽ ആദരവുകളൊക്കെ തേടിയെത്തിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടല്ലേ? എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അതിന് പിന്നെ അപേക്ഷിക്കാൻ പറ്റൂലേ? അപേക്ഷിക്കാൻ പറ്റും. ഞാൻ പിന്നെ അതിന്റെ കാർഡെല്ലാം ആക്കുന്നുണ്ട്, അപേക്ഷിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താ അംഗീകാരം അനുമോദനം എന്താ കിട്ടിയിട്ടുണ്ടോ? അത് സ്കൂളിന് പ്രദർശനത്തിനെല്ലാം വെക്കുമ്പോൾ അവിടുന്ന് എവിടെയൊക്കെ ഉണ്ടായാലും പ്രദർശനം കുറേ ഇടയ്ക്ക് വെച്ചിന്. സ്കൂളുകളിൽ തന്നെ, പിന്നെ ക്ലബിന്റെ ഇതിൽ വെക്കലുണ്ട്, കുറേ ഇടയ്ക്ക് വെക്കലുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലെ ഒരു സ്കൂളിലോ അല്ലെങ്കിൽ ഒരു ക്ലബിലോ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഒരു പ്രദർശനം വെക്കണം എന്ന് ഒരാൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മളെന്താ ചെയ്യേണ്ടത്? വിളിച്ചാൽ മതി, നിങ്ങളെ വിളിച്ചാൽ മതി. അതിനെന്തെങ്കിലും പിന്നെ ചിലവുണ്ടോ? അതിന് രണ്ടാളെ മെനക്കേടുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്യാനും പിന്നെ ഇത് പിന്നെ വെക്കൽ മാത്രമല്ലല്ലോ, നമ്മൾ ഇതിനെപ്പറ്റി അവിടെ തന്നെ നിൽക്കണല്ലോ ആളല്ലേ, പരിചയപ്പെടുത്തുവാൻ പോണേ. ഇതിനെപ്പറ്റി ഇത് ഒരാൾ ഗെയിമല്ലേ, ഗെയിമിനെ പറ്റി പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാനെല്ലാം പറ്റും. അതുകൊണ്ട് ഫുൾ ടൈം നമ്മളവിടെ ഉണ്ടാവും. അവിടുന്ന് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞാനിപ്പോൾ അവിടെ കാണാൻ വന്ന ഒരാളാണെന്ന് വിചാരിക്കും. എനിക്കിപ്പോൾ ഈ സാധനം കണ്ട് ഇടകൂടം കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അവിടുന്ന് വാങ്ങാൻ പറ്റുമോ? അവിടുന്ന് മേടിക്കാം, അല്ലെങ്കിൽ പിന്നെ അവിടുന്ന് മേടിക്കാൻ ഉണ്ടാവില്ലേ, നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാ മോഡൽ വേണ്ടതെന്നുള്ളത് അവര് അത് പിന്നെ ഗെയിംസ് ആയാലും അല്ലെങ്കിൽ ഈ കളി ഇത് കളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഇതായാലും ഏതായാലും നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ? അതിനൊരു ടൈം തരണേ. അപ്പൊ നിങ്ങളെ നമ്പർ ഈ വീഡിയോയിൽ കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ? കൊടുക്കാം അല്ലേ? അപ്പോൾ ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പറഞ്ഞു, ഇത് കൂടാതെ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ഈ കാർപ്പൻറ്റർ വർക്കാന്ന് പറഞ്ഞു എന്ത് തരം? ഒരു വീടിന്റെ എല്ലാ രീതിയിലുള്ള ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ചെയ്ത് കൊടുക്കും. മരപ്പണിയും പിന്നെ മൾട്ടിവുഡിന്റെ പണിയും എല്ലാം, കിച്ചൺ ഐറ്റംസ് എല്ലാം ചെയ്യും. അതിനൊക്കെ ഇവിടെ തന്നെയാണോ ചെയ്യുന്നത്? ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്ന ഇവിടുന്ന് ചെയ്യും, അല്ലെങ്കിൽ സൈറ്റിൽ പോയിട്ട് അവിടെ തന്നെ ചെയ്ത് കൊടുക്കും. പിന്നെ വേറൊരു സംശയം എന്താണെന്ന് വെച്ചാൽ
ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ട് നിങ്ങൾക്കൊരു പിന്നെ ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇപ്പൊ അടുത്തായി തുടങ്ങിയതാണ്. കുറേ ആയോ തുടങ്ങി? ഇല്ല, കുറച്ചേ ഉള്ളൂ തുടങ്ങി. അതെയാ? എന്നാണ് അതിൻ്റെ പേര്? വുഡ് മാജിക് എന്നാണ്. വുഡ് മാജിക്. വുഡ് മാജിക് എന്ന ചാനലിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് കഴിവുകളുണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കുന്നതിന് ഒരു പരിമിതി ഉണ്ട്. അത്രയും കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ അത് എല്ലാം ഓരോ ദിവസമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ കാണാൻ പറ്റൂലല്ലേ? അപ്പോൾ വുഡ് മാജിക് എന്ന പേര് കേട്ടോ. സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. ചങ്ങായിമാരെ, ഇത്രയും കഴിവുള്ളൊരു കലാകാരൻ നമ്മളെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ നാട്ടിൽ വീടിൻ്റെ അടുത്ത് ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരാളെ കാണാൻ പറ്റിയെന്നുള്ള രീതിയിൽ വളരെയധികം സന്തോഷമുണ്ട് കേട്ടോ മനസ്സിൽ. ഇതൊക്കെ കാണാതെ നമ്മൾ പോയിരുന്നെങ്കിൽ ജീവിതം പൂർണ്ണമാവില്ല. ഇതൊക്കെ ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരുപാട് സന്തോഷം നമുക്ക് ഈ ഒരു ഇത്തിരി സാധനങ്ങൾ കാണിച്ചു തന്നതിനും നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യാൻ സമയം തന്നതിനും. തിരക്കിൻ്റെ അടുക്ക് പണീൻ്റെ തിരക്കാണ്. അപ്പോൾ ഇനിയും ഒരുപാട് വ്യത്യസ്തമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഭഗവാൻ ആയുസ്സും ആരോഗ്യവും എല്ലാം തരട്ടെ. ആക്കി ഒരുപാട് പ്രദർശനങ്ങൾക്കും പോയി ഒരുപാട് അംഗീകാരങ്ങളൊക്കെ അങ്ങേ തേടി എത്തട്ടെ എന്ന് ആശംസിക്കുന്നു, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ചങ്ങായിമാരെ, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എന്നും പറയുന്ന പോലെ തന്നെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. വീണ്ടും അടുത്തൊരു ചെറിയ വീഡിയോ ആയിട്ട് വരാം. എല്ലാവർക്കും ബായ്. നിങ്ങളുടെ സ്വന്തം നിജി.